ഹലോ, ഇപ്രാവശ്യം എന്നത്തെയും പോലെ ഓണം നമ്മുടെ തറവാട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ നൈബേഴ്സ് അധികവും മുസ്ലിംസ് ആയതുകൊണ്ട് നമ്മൾക്ക് കുറച്ചധികം സദ്യ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തായിരുന്നു നമ്മൾ പായസവും ചോറൊക്കെ വെച്ചത്. പിന്നെ പരിപ്പ് പായസമായിരുന്നു. പിന്നെ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. അപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസി അതാണല്ലോ. ഇതിനായിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പം ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 11 മണി 11:30 ആയപ്പോഴേക്ക് സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുളിഞ്ചിയൊക്കെ പിന്നെ നമ്മൾ തലേന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുളിഞ്ചി, കൂട്ടുകറി, നമ്മുടെ ഓലൻ, സാമ്പാർ, രസം, അങ്ങനെ ഏകദേശം എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഓലനൊക്കെ ഇതാ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 11:30 ആയപ്പോഴേക്ക് നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിരുന്നു. കണ്ണന് പിന്നെ വലിയ ബോറൊന്നും ഇല്ലായിരുന്നു. നന്ദുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളതുകൊണ്ടൊക്കെ നമ്മൾ നെയ്ബേഴ്സ് തന്നെയാണ്. അവരുള്ളതുകൊണ്ട് ഓനും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഓരോ ബാച്ചായിട്ട് ഫുഡൊക്കെ കഴിക്കാനിരുന്നു. പിന്നെ നബിദിനായതുകൊണ്ട് തന്നെ മുസ്ലിംസൊക്കെ പള്ളിയിൽ പോയിട്ടൊരു 2 മണി 2:30 കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ കഴിച്ച് എണീറ്റു. പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ 8 മണി 8:30 കഴിഞ്ഞിട്ടോ. പിന്നെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കുറച്ച് ലേറ്റായി. ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ആ വിട്ടത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വല്യമ്മ പായസം മധുരം ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. എല്ലാവർക്കും അതിനോടാണൊരു താല്പര്യം. എൻ്റെ ഒരു ബ്രദർ പുറത്തുണ്ട്, അവൻ വന്നിരുന്നു. അപ്പോൾ അവന് അവിടെ എന്നും നോൺ വെജാണെന്നാണ് പറയാറ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്മ സാമ്പാറും ചോറും പായസവും നമ്മുടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ചെറിയൊരു സദ്യ പോലെ അവൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ നമുക്ക് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛനും അനിയത്തി എല്ലാവരും അടുക്കളയിലുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒത്തുപിടിച്ച് വേഗം റെഡിയാക്കിയത് 2:30 ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ ഇവിടെ അച്ഛമ്മയും 2 അച്ഛമ്മമാരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ബഹളാണ്. എനിക്കതാണ് ഒന്നും കൂടി ഒരു താല്പര്യം. നമ്മുടെ തറവാട്ടിലാവുമ്പോൾ അവിടെ എൻ്റെ 2 സിസ്റ്റേഴ്സും പുറത്താണ് കേട്ടോ, ബാംഗ്ലൂരാണ്. ഒരാൾക്ക് പോസ്റ്റിങ്ങും ഒരാൾക്ക് എക്സാമുമാണ്. 2 ആളും വന്നിട്ടില്ല. അവരുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒച്ചയും അനക്കമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം അവരില്ലായിരുന്നു. അപ്പോൾ ഒരു ഒറ്റയ്ക്കായ പോലെ ഇരുന്നു ഒരു ഫീലിങ്. ഇവിടെ വന്നപ്പോൾ കസിൻസൊക്കെ ഉണ്ടായിട്ട് ആകെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയും ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്ക് 2:30 3 മണിയായി ഞങ്ങളൊക്കെ കഴിക്കാതിരുന്നപ്പോൾ. പിന്നെ മക്കൾക്ക് കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനൊക്കെ കണ്ണന് കൊടുത്ത ശേഷമാണ് കഴിച്ചത്. പിന്നെ രാത്രിയായപ്പോൾ കസിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തു പോയി ഓരോ ചായയൊക്കെ കുടിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.